നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുമോയെന്നും അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുമുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെയധികം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജിയും കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏത് വ്യക്തിയെ കണക്റ്റ് ചെയ്താണ് ഈ ഒരു എനർജി നിങ്ങൾ നോക്കുന്നത് അത് നിങ്ങളിലേക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻസ് വന്നു ചേരാനും സഹായമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് കാണാൻ സാധിച്ചതിന്, നിങ്ങളിലേക്ക് ഡിവൈൻ നൽകിയ ഈ ഒരു അനുഗ്രഹത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഉടനെ തന്നെ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതൊരു അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ എഴുതുക. നിങ്ങളുടെ ആഗ്രഹം അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അഫർമേഷൻ രൂപത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നതിൽ ഞാൻ ഡിവൈനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഫർമേഷൻസ് രേഖപ്പെടുത്തുക. നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു സമയത്ത് ഒരു മിറാക്കിൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. പിന്നെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഡിവൈൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കുന്ന റീഡിങ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അത് ബന്ധത്തിൻ്റെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാൻ സാധിക്കും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് മറക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ദ സൺറൈസിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും ആ ഒരു പേഴ്സണ് മറക്കാൻ പറ്റില്ല. ദ ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ടച്ചായ, അതായത് ഹാർട്ട് ടച്ചിങ് എനർജിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രഷ്യസായ ഒന്ന് തന്നെയായിരുന്നു. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്നതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജി, അതൊക്കെ എപ്പോഴും അവരിൽ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാത്രവുമല്ല നിങ്ങളുമായിട്ട് അവരൊരു എന്താ പറയുക, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജി, ഒരു ജീവിത അവസാനം വരെ നിങ്ങളുടെ പ്രസൻസ് അവരിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവർ പലവട്ടം ആഴത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെ വെച്ച് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നു ചേർന്നത്. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുട്ടിയതാവാം, അതല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോയപ്പോഴും ഇത്രയും ആഴത്തിലുള്ള ഒരു ബന്ധമായി തീരുമെന്ന് അറിയാതെ കാലങ്ങളോളം നിങ്ങൾ ഒരുമിച്ച് കണക്റ്റ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കണക്റ്റഡ് ആവേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സോളുകൾ തമ്മിൽ തിരിച്ചറിയേണ്ട ഒരു സമയം വന്നപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ ബന്ധങ്ങളാവാം. കരിയർ എനർജിയെ ബേസ് ചെയ്ത് കണ്ടെത്തിയതും ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് കണ്ടെത്തിയതുമായ റിലേഷൻഷിപ്പുകളാവാം. ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നിങ്ങൾ കുറേ കാലം ഒരുമിച്ച് നിന്നിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ പെട്ടെന്ന് മനസ്സിലാക്കി എടുത്തൊരു ബന്ധത്തിൻ്റെ എനർജിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ സൺറൈസിങ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. മാത്രവുമല്ല പല കാര്യങ്ങളെയും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും തിരുത്താൻ പറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങളെ അവർക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ബാലൻസിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചതായിട്ടും അവരുടെ ലൈഫിൽ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും ധൈര്യവും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാനും ഒക്കെ സാധിച്ചത് നിങ്ങളുമായിട്ടുള്ളൊരു എനർജി കണക്റ്റ് ചെയ്തതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ
വന്നത്. വലിയ പുരോഗതിയിലൊക്കെ അവർ ഉയർന്നിരുന്നു. 10 പേര് അറിയപ്പെടുന്ന രീതിയിലേക്കൊക്കെ അവരുടെ സിറ്റുവേഷൻസ് മാറിയിരുന്നു. അവരുടെ ലൈഫിൽ അവർക്കൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു മാനസികപരമാകുന്നൊരു ധൈര്യമൊക്കെ നിങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വന്നിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടും ഒരു ദൃഢനിശ്ചയമുള്ള വ്യക്തിത്വമായിട്ടും കൂടാതെ തന്നെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള വ്യക്തി, സ്നേഹവുമുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താ പറയുക ഒരു ശക്തിയുമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ചെറിയൊരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ്, ചെറിയൊരു നെഗറ്റിവിറ്റി, അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണത, ഏറ്റവും സക്സസ് ആകുന്ന 2 ബന്ധങ്ങളാണെങ്കിൽ അവിടെ എപ്പോഴും ഡിവൈൻ്റെ തന്നെ, പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ച് നിൽക്കും. അതുപോലെ ചെറിയൊരു നെഗറ്റീവ് പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒരുപാട് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോടുള്ളൊരു സ്നേഹം അവർ നിങ്ങൾക്കായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരിടത്തേക്ക് അവർ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുമില്ല. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനെ അവർ കണ്ടെത്തിയിട്ടുമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി ഓവർ കൺട്രോളിങ് ആയിരുന്നു കാണും. ചിലപ്പോൾ അതൊരു പൊസസീവ്നെസ് എന്ന് പറയാൻ പറ്റും. അതായത് അമിതമായിട്ട് തോന്നുന്ന ഒരു ആഗ്രഹം, എൻ്റെ മാത്രമായിരിക്കണം, എന്നോട് മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നിലേക്കും ആ ഒരു വ്യക്തി പോകരുതെന്നുള്ള ഒരു പിടിച്ചു വെപ്പിൻ്റെ ഒരു എനർജി ഈ ഒരു റിലേഷനിൽ ഉണ്ടായത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുണ്ടായ കാരണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ കാണാതെയും അല്ലെങ്കിൽ ഒരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാപ്പാണോ എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് അവർക്കുടെ ഒരു ഫ്രീഡത്തെ നിങ്ങൾ മറികടന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ സ്നേഹപ്രകടനം ഒരു കെയറിങ് ആയിരുന്നു കാണും. പക്ഷെ അത് അവരെ സംബന്ധിച്ച് അവർക്കതൊരു ട്രാപ്പ്ഡ് ഫീലിങ്സ് തോന്നി, പെട്ടുപോകുന്ന പോലത്തെ ഒരു ഫീലിങ്സ് എനർജി തോന്നി. അവരുടെ ഫ്രീഡത്തിനൊരു ബ്ലോക്കേജ് ഫീലിങ്സ് വന്നത് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു വിരക്തി, മടുപ്പ് തോന്നിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. എന്താണെങ്കിലും അവർ ഇതിനകത്തൊരു ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലോ അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു പൂർണ്ണതയാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് മാറുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു ഹാർട്ട് ബ്രോക്കൺ കൺഫ്യൂഷൻ എനർജി മാറി നിങ്ങളുമായിട്ടൊരു പുതിയൊരു തുടക്കം, എല്ലാത്തിനെയും തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം അവരിലുണ്ട്. അവർ തീർച്ചയായിട്ടും റീയൂണിയൻ എനർജിയെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നുള്ളൊരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടുപോകുന്ന ഒരു ബന്ധമല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു റിലേഷനായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവർ നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതേ ഇല്ല. നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർക്ക് ഫ്രഷായ ഒരു ചിന്ത തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ലൈഫിൽ പക്ഷേ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊന്നും അവർക്കില്ല എന്നുള്ളതിന് 100% ഉറപ്പാണ്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരാഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസ്, പ്രസൻസ്, നിങ്ങളുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ നിങ്ങളുടെ സംസാര രീതികൾ, നിങ്ങളുടെ പെരുമാറ്റം, ഇതെല്ലാം അവരെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റൊരിടത്തൊന്നും അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളൊരു എനർജി ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, അവരുടെ ലക്ഷ്യം തേടി അവർ പോകുന്നുണ്ട്. അവർക്കിവിടെ മനസ്സിനകത്ത് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അവർ ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങളെ അവർ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അവരിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങും അവർ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ അവരുടെ ചില ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളെ അവർ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഇത് ഡെത്തായി എന്ന് തോന്നിയാലും അവരുടെ ഉള്ളിലും ഈ ഒരു ബന്ധം അവസാനിച്ച് പോകുമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇനി ഒന്നുമില്ലാതെ വരുമോ എന്ന് ചിന്തിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട്, റീബർത്ത് എനർജി. അതായത് നല്ല രീതിയിലെല്ലാം ക്ലാരിറ്റിയോട് കൂടി തെറ്റുകളെയെല്ലാം തിരുത്തി, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ
അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുകളോ ഒക്കെ വന്നിരുന്ന എനർജിയിലേക്ക് നോക്കുമ്പം അതിനെയെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തി പൂർണ്ണത നൽകുമെന്ന് തന്നെയാണ് കാണുന്നത്. പുതിയ തുടക്കം അവർ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങളെ ഒരിക്കലും അവർ വിട്ടുകളയില്ല എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാലം അനുകൂലമല്ല, കുറച്ച് സ്റ്റക്നെസ്, കുറച്ച് കർമ്മ നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ പോകുന്നൊരു ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ പോകുന്നൊരു സിറ്റുവേഷൻസ് അല്ല. കയറ്റവും ഇറക്കവും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോൾ കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു ചേഞ്ചിങ് ആണ് നിങ്ങൾക്കിടയിലൊരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുടെയൊക്കെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിച്ചതുപോലും കാലത്തിൻ്റെ ആ ഒരു ചെറിയ ചേഞ്ചിങ്ങിനനുസരിച്ചാണ്. എന്താണെങ്കിലും പുതിയ തുടക്കമാണ്, ഫ്രഷായ പുതിയ തുടക്കമാണ്. ഉറച്ച തീരുമാനത്തോടു കൂടിയും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടും ബ്ലെസ്സിങ്സോടു കൂടി തന്നെ ഉള്ളൊരു പുതിയ തുടക്കമാണ് ഈ ഒരു ബന്ധത്തിൽ ഈ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പിച്ചിരിക്കുന്നത്. അൺകണ്ടീഷണൽ എനർജി ആയിരുന്നു കേട്ടോ. നിങ്ങളോട് ഉള്ള ആ ഒരു സ്നേഹത്തിനെ പകരം വയ്ക്കാൻ അവർക്ക് മറ്റൊന്നില്ലായിരുന്നു. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്ര ഫ്രഷായിട്ട് നിങ്ങളെ അവർ കണ്ട ഒരു സമയമുണ്ട്. നിങ്ങളാണ് അവരുടെ ലോകമെന്നും അതല്ലെങ്കിൽ നിങ്ങളെക്കാൾ കവിഞ്ഞ് നിങ്ങൾ കടന്നു മറ്റൊന്നില്ല എന്ന് ചിന്തിച്ച ചില സമയങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഇംബാലൻസിങ് എനർജി വന്നിരുന്നു. ഒരു പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസ്, പാസ്റ്റിലെ മറ്റേതെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്തു വന്നൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്കിടയിൽ വന്നു പോയതായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടി വന്നതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷൻ എനർജിക്ക് കാരണമായത്. പക്ഷെ അത് നമുക്കിവിടെ കാണിച്ചു തരുന്ന കർമ്മ ബേസിലാണ് കേട്ടോ. ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു, കുറച്ച് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കുറച്ച് ദുഃഖം ദുരിതമൊക്കെ നിങ്ങൾ നേരിടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് അത് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ചിലരെ സംബന്ധിച്ച് ഇതിനകത്തൊരു സെപ്പറേഷൻ വന്നത് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയതാണ് കേട്ടോ. ഒരു ദൂരേക്ക് പോയ സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടായി, ഒരു വിരക്തി, മടുപ്പ് തോന്നി, ഒരു പൂർണ്ണതയില്ലായ്മ തോന്നി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും വളരെയധികം ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോയ ആളുകളുടെ എനർജിയാണ് കേട്ടോ കൂടുതൽ കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അവരുടേതാവുന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോയത്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അവർ കടന്നുപോയതായിട്ട് കാണുന്നത്. പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് കർമ്മ എനർജിയുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ എൻഡാവാൻ, ചില തിരിച്ചറിവുകൾ നിങ്ങൾക്കും അവർക്കും ഉണ്ടാവാൻ, ചില ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില ഇമോഷണൽ പരമാകുന്ന പരീക്ഷണങ്ങൾ കൂടി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്റ്റക്നെസ്, നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ അവരിൽ ഫോക്കസ്ഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും അതിനകത്തില്ല, ഒരു മൂവ്മെൻറ്റ്സ് ഇല്ല, ഒരു സ്തംഭനാവസ്ഥ. അവരവരുടേതാകുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നു, ഓർക്കുന്നു, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളൊരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്തൊരു ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ വ്യക്തിയിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്, ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഉണ്ടെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് വാല്യൂ കൽപ്പിക്കുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ സ്നേഹം അവർ നൽകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ഒരു കുടുംബം, അവരുടെ ഒരു ഫാമിലി പോലെയാണ്, അവർക്കൊരു കുടുംബ അംഗത്തെ പോലെ, അല്ലെങ്കിൽ ഒരു ഏറ്റവും നിങ്ങൾക്കിടയിലൊരു വല്ലാത്തൊരു ഫാമിലി കണക്ഷൻസ്
എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ പോലും ഇതിനകത്ത് ഫാമിലി പ്രസൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളെ അവരുടെ ഒരു കുടുംബാംഗമായിട്ട് അവരോടൊപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്ന. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി തന്നെയാണ് കേട്ടോ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകളെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചില രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ചില സമയങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഓവറായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് അവരെ കൂടുതൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമൊക്കെ ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു ബ്ലോക്കിംഗ് എനർജി വന്നിരിക്കുന്നത്. പക്ഷേ ആ ബ്ലോക്ക് ചെയ്തെങ്കിലും നിങ്ങളെ അവർ വളരെയധികം കണക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം, നിങ്ങളോടുള്ളൊരു സ്നേഹമെന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മാനിഫെസ്റ്റിംഗ് ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളെ അറിയാൻ അവർ ഇമോഷൻസ് കുറേ ടൈം അവർ നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവർ വളരെയധികം ആഴത്തിൽ അവരുടെ മനസ്സുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി കാണുന്നുണ്ട്. ഒരു തകർച്ച, ഏറ്റവും നല്ല രീതിയിൽ പോയ ബന്ധത്തിന് തകർച്ച ഉണ്ടായതിൻ്റെ കാരണം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇത് ആരിലാണ് മിസ്റ്റേക്ക് എന്നൊക്കെ ഉള്ളത് അവരാഴത്തിൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളെ അവർ വിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളെ അവർക്ക് ഒരിക്കലും വിട്ട് കളയാൻ സാധിക്കുന്നുമില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് അത്ര ഫ്രഷാണ്, അത്ര പ്രാധാന്യമുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണേക്ക് പകരം മറ്റൊരു സിറ്റുവേഷൻസിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല. ഇടയ്ക്ക് അവർ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ അവർ കാണിച്ച ഒരു സെപ്പറേഷൻ, നിങ്ങളിൽ നിന്ന് അവർ മാറി നിന്നത്, നിങ്ങൾക്കിടയിൽ ആ ഒരു ബൗണ്ടറി തീർത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോയോ എന്നുള്ള ഒരു ഉത്കണ്ഠ അവരെ വളരെയധികം കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഫൈറ്റിംഗ് ചെയ്തത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തതൊക്കെ അവരുടെ എനർജിയിൽ തന്നെയാണ് കാണുന്നത് കേട്ടോ. ബൗണ്ടറി ഇട്ട് നിങ്ങളെ കുറേ നിർത്തി, നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവർ ശക്തമായ ബൗണ്ടറി തീർക്കുകയും ഒരു പക്ഷേ നിങ്ങളെ പല രീതിയിൽ അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങളെ ഈ ബന്ധത്തിൻ്റെ പ്രശ്നത്തിന് കാരണം നിങ്ങളാണെന്ന് അവർ നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടിയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഒരു അമിതമാകുന്ന സ്നേഹം അവർക്ക് വീർപ്പുമുട്ടായതുകൊണ്ട് തന്നെ സംഭവിച്ചതാണ് കേട്ടോ. ഹയറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന അവർ വളരെയധികം ഹാപ്പിനെസ്സോടു കൂടി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളോട് ചിലപ്പോൾ ഒരു സെപ്പറേഷനായിട്ട് നിൽക്കുന്നത് പോലും അവർ ആസ്വദിക്കുന്ന ഒരു എനർജിയാണ്. അവർക്കതൊരു സന്തോഷം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു തോന്നൽ, ഒരു വിശ്വാസം, പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാസ്റ്റിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുമ്പോഴും അവർക്കത് വലിയൊരു ഹാപ്പിനെസ്സാണ്, ഒരു പൂർണ്ണതയാണ് നിങ്ങളോടുള്ള സ്നേഹവും. അതൊരു ഫ്രഷായ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ലാണ്ട് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇമോഷൻസോ മറ്റെന്തെങ്കിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്നേഹവുമല്ല. പവിത്രമാകുന്ന ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളെന്ന് പറയുന്ന അവർക്ക് വലിയൊരു പ്രാധാന്യമുള്ള ഒരു വാല്യൂ ഉള്ളൊരു എനർജി ആയിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നതും കാണുന്നതും. അവരതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും പ്രാധാന്യമാണ് നിങ്ങൾ. ഏറ്റവും അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഫ്രഷായതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒന്ന് തന്നെയാണ് എന്നുള്ളതിന് അവർക്ക് യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് ഏറ്റവും ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവാം കേട്ടോ. ചിലരെ സംബന്ധിച്ച് വിദേശത്തൊക്കെ പോയതും നിങ്ങൾക്കിടയിൽ ഒരു നല്ല അകലമുണ്ട്, പെട്ടെന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ആ ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതിവരെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൂടിച്ചേരേണ്ടി വരുന്ന, കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.